നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അധികാരം കിട്ടുമെന്നുള്ള ആക്രാന്തം രൂക്ഷമായപ്പോൾ BJP-യിൽ തമ്മിലടിയും തൊഴുത്തിൽ കുത്തും രൂക്ഷമായിരിക്കുകയാണ്. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യുന്ന അണികളുള്ള പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന അന്തരീക്ഷം ഉളവായത്. തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് BJP തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കാലെടുത്തു വച്ചത്. BJPക്ക് ഏറ്റവും ശക്തിയുള്ള നഗരസഭകളിൽ ഒന്നാണ് തിരുവനന്തപുരം. അവിടെ ഭരണം പിടിക്കുമെന്ന് ഉറപ്പിച്ചാണ് മുന്നോട്ട് പോയതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ നിൽക്കുമ്പോൾ വലിയ തോതിലുള്ള തൊഴുത്തിൽ കുത്തും പടലപ്പിണക്കങ്ങളും താൻ പോരിമ മൂപ്പിളമ തർക്കങ്ങളുമായി പാർട്ടി വലയുകയാണ്. ശരിക്കും താമരക്കുളത്തിൽ മുങ്ങി മരിക്കാനാണോ കേരളത്തിലെ BJPയുടെ വിധി എന്ന് തോന്നിപ്പോകുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ല, പാർട്ടിക്ക് ഭരണം പിടിക്കാൻ കഴിയുമെന്ന് കരുതുന്ന തൃശ്ശൂർ, പാലക്കാട് നഗരസഭകളിലെല്ലാം വലിയ തോതിൽ വിമത പ്രവർത്തനങ്ങളും രാജിവെക്കലുകളും ഭീഷണിയുമെല്ലാം നടമാടുകയാണത്രേ. തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച നേതാവ് ആത്മഹത്യ ചെയ്തു. മറ്റൊരു നേതാവ്, ഒരു വനിതാ നേതാവ് ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനു മുമ്പ് വേറൊരു BJP കൗൺസിലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആത്മഹത്യകളുടെ പാർട്ടിയായി BJP മാറി. കേരളത്തിൽ ആ പാർട്ടി തന്നെ ഒരു രാഷ്ട്രീയ ആത്മഹത്യക്ക് വിധേയമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാലക്കാട് BJPയുടെ നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പാണ് താഴെ തട്ടിൽ നിന്നും ഉയരുന്നത്. തൃശ്ശൂരും അങ്ങനെ തന്നെ. തൃശ്ശൂരിൽ പത്മജ പറഞ്ഞ ആൾക്ക് സീറ്റ് നൽകി എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷൻ അനാവശ്യമായി അധികാരങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ചിലർ രാജിവെക്കുന്ന അന്തരീക്ഷമൊക്കെ ഉണ്ടായി. അങ്ങനെ BJPക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം വലിയ ഭീഷണി നേരിടുകയാണ് പാർട്ടി. തിരുവനന്തപുരം നഗരസഭ ഇത്തവണ BJPക്ക് പിടിക്കുമെന്ന് ഉറപ്പിച്ചതാണ്. കോൺഗ്രസ് പോലും അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി. അങ്ങനെയാണ് അവർ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ആദ്യമേ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത്. അങ്ങനെ കരുത്തനായൊരു നേതാവില്ലെങ്കിൽ ഇത്തവണ BJP നഗരസഭ തൂത്തുവാരുമെന്നും കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാകുമെന്നും ആ പാർട്ടി ഭയന്നിരുന്നു. അതുകൊണ്ട് ശബരിനാഥനെ പോലെ ഒരു പ്രതിച്ഛായയുള്ള നേതാവിനെ മുൻനിർത്തി ഇറങ്ങി തടി രക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് കരുതിയത്. എന്നാൽ കോൺഗ്രസിനെ അമ്പരപ്പിച്ചുകൊണ്ട് BJP വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് തിരുവനന്തപുരത്ത് ഒരു പ്രതീക്ഷയുണ്ട്. CPM-ന് ഭരണം കിട്ടിയില്ലെങ്കിൽ പകരം വരുന്നത് BJP അല്ല, കോൺഗ്രസ് ആയിരിക്കുമെന്നുള്ള ഒരു ചിന്ത അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന K. മുരളീധരൻ അടക്കമുള്ളവർക്കുണ്ട്. തൃശ്ശൂരും അതുതന്നെയാണ് അവസ്ഥ. തൃശ്ശൂരും കോൺഗ്രസിന് ഇപ്പോൾ വലിയ ഒരു സാധ്യതയുണ്ടെന്നാണ് ആ പാർട്ടി വിശ്വസിക്കുന്നത്. പാലക്കാടും BJPക്ക് ഉദ്ദേശിച്ച പോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് ആ പാർട്ടി പോലും കരുതുന്നുണ്ട്. അങ്ങനെ തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ തമ്മിലടിച്ച് ഉള്ള സാധ്യതകൾ ഇല്ലാതാക്കാൻ മാത്രമേ ഇപ്പോൾ BJPക്ക് കഴിയുന്നുള്ളൂവെന്നും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് പൊളിഞ്ഞുപോയി എന്നുമൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധരായ BJP നേതാക്കൾ പറയുന്നത്. ഏതായാലും കേരളമാകെ ഒരു താമരക്കുളം സൃഷ്ടിക്കാൻ ഇറങ്ങിയ BJP ആ താമരക്കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് പല BJP നേതാക്കളും രഹസ്യമായി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ BJP പുറത്ത് കാണിക്കുന്ന ആ ടെമ്പോ എന്നും ഉണ്ടാകില്ലെന്നും കഴിയുമെങ്കിൽ ഏറെക്കുറെ തിരുവനന്തപുരം അടക്കം അല്ലെങ്കിൽ പാലക്കാട്, തൃശ്ശൂരടക്കം മിക്ക നഗരസഭകളിലും BJP പ്രതീക്ഷിച്ച പോലെ ഭരണം ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നുമാണ് പല നേതാക്കളും പറയുന്നത്. കാരണം BJPയുടെ തൊഴുത്തിൽ കുത്തും ഭരണം കിട്ടുമെന്ന്, അധികാരം കിട്ടുമെന്ന് വന്നപ്പോഴുണ്ടായ പരസ്പരമുള്ള പോരും
അതിരുകൾ കടക്കുകയാണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇതൊന്നും നേരെ പറയാൻ പല നേതാക്കൾക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് അവർ പതിയെ മാറി നിൽക്കുന്നു എന്ന് മാത്രം. ഏതായാലും കേരളത്തിൽ BJPക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത്ര ശുഭകരമല്ലെന്നാണ് ആ പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെ പറയുന്നത്.